blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഷിബു ആൻഡ് ഷിലു. അവർക്ക് ദൈവം കൊടുത്ത ആർദ്ര എന്ന മകളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഇന്നാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആർദ്ര. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഭവനത്തെ അനുഗ്രഹിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഈ സമയത്ത് ആർദ്ര മോളുടെ ആരോഗ്യത്തിനും നല്ലൊരു ഫ്യൂച്ചറിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ആ പൈതലിൻ്റെ മേൽ വന്ന് നിറയട്ടെ. കർത്താവെ, മകൻ ആറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും കർത്താവ് നൽകി എല്ലാ ലേസിനെസ്സും മാറി വളരെ സ്മാർട്ടായി നല്ല ഒരു ഫ്യൂച്ചറിലേക്ക് കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിബുവിനെയും ഷിലുവിനെയും കർത്താവ് ഒരു കുടുംബത്തിൽ വന്ന് നിറയാവുന്ന എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ വന്ന് നിറയട്ടെ. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. രണ്ട് ഭാഗങ്ങളിലുമുള്ള മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധുക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അടുത്ത സ്പോൺസർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള ലോറൻസ് വർഗീസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. സകലവിധ അനുഗ്രഹങ്ങളാൽ ആ ബിസിനസ്സിനെ നിറയ്ക്കണമേ. മൂത്ത മകൾ ആൻസി പോളിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഐശ്വര്യവും നന്മകളും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ അഞ്ജുവിനായി പ്രാർത്ഥിക്കുന്നു. അവളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല ഒരു ഫ്യൂച്ചർ അവൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. Of Joshua. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. Chapter 1 verse number 8. ഒന്നാമത്തെ അധ്യായം 8-ാമത്തെ വചനം. Keep this book of the law always on your lips. ഈ ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. Meditate on it day and night. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതിന് നിരാവും പകലും അത് ധ്യാനിക്കണം. So that you may be careful to do everything written in it. Then you will be prosperous and successful. എന്നാൽ നിന്റെ പ്രയത്നം സമ്പന്നവും സഫലവുമായിരിക്കും. Joshua, if you want to be prosperous and successful in your life, യോശുവേ, നിന്റെ ജീവിതത്തിൽ നീ അഭിവൃദ്ധിയും ദൈവികമായ വിജയമുള്ളവനാൻ ആഗ്രഹിക്കുന്നെങ്കിൽ do two things. രണ്ട് കാര്യങ്ങൾ ചെയ്യുക. Number 1, ഒന്ന്, day and night രാവും പകലും meditate the word of God. ദൈവവചനം ധ്യാനിക്കുക. Number 2, രണ്ട്, use your lips to speak the word of God. ദൈവവചനം നിന്റെ വായിൽ നിന്ന് നീ പറയുക. എന്താ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക. ധ്യാനിക്കുക എന്ന് പറഞ്ഞൊരു കായല്ല. ധ്യാനിക്കുക എന്ന് പറഞ്ഞൊരു കായല്ലെന്ന്. വാട്ട് ഈസ് മെഡിറ്റേഷൻ? എന്താണ് ധ്യാനം എന്നുള്ളത്?
The Hebrew word used is Haga. H-A-G-A. ഹാഗ എന്നുള്ള ഒരു പദമാണ് എബ്രായ ഭാഷയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞേ Haga. ഹാഗ. ഉറക്കെ. ഹാഗ. Joshua, you have to meditate the word. The word used is Haga. യോശുവേ, നീ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഇതാണ്, ഹാഗ. എപ്പോഴാണ് ധ്യാനിക്കേണ്ടത്? Day in and day out. രാവിലും പകലും. I'll tell you the secret. I'll tell you the practical tips. ഞാൻ അതിന്റെ പ്രായോഗികമായ ചില ടിപ്സുകൾ നിങ്ങൾക്ക് തരാം. Haga, if you go through the Strong's dictionary, it gives you a lot of meanings. സ്ട്രോങ്സ് ഡിക്ഷണറിയിലൂടെ നിങ്ങൾ ഹാഗ എന്ന പദത്തിന്റെ അർത്ഥം നോക്കിയാൽ ഒത്തിരി അർത്ഥങ്ങൾ അതിനുണ്ട്. One is murmur. ഒന്ന് പിറുപിറുക്കുക എന്നുള്ളതാണ്. പിറുപിറുക്കുക. എത്ര പേർക്ക് അറിയാം പിറുപിറുക്കുക? That is it. ഇതാണ് പിറുപിറുക്കൽ. That means meditating is not just you will just speak the word to yourself. മെഡിറ്റേറ്റിംഗ് എന്ന് ധ്യാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കണ്ണോടച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനെയല്ല, നിങ്ങൾ തന്നെ കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയുക. Another meaning given is to ponder. മറ്റൊരു അർത്ഥം ഇതാണ്, ആഴത്തിലേക്ക് പോവുക, ചിന്തിച്ചിരിക്കുക. Another meaning given is to imagine. മൂന്നാമത്തെ ഒരു അർത്ഥം ഇതാണ്, സങ്കൽപ്പിക്കുക. എത്ര പേർക്ക് സങ്കല്പിക്കാൻ അറിയാം? അതേ അറിയാവോ, സാങ്കല്പിക ലോകത്തിലാണ് ജീവിക്കുന്നത് തന്നെ, ഈ ലോകത്തിലല്ല, സാങ്കല്പിക ലോകത്തിലാണ് ജീവിക്കുന്നത്. So we all know how to imagine. നമുക്ക് എല്ലാവർക്കും സങ്കല്പിക്കുവാൻ അറിയാം. So when you read a verse, നിങ്ങൾ ഒരു വാക്യം വായിക്കുമ്പോൾ start imagining. നിങ്ങൾ അതിനെ ഒന്ന് സങ്കല്പിക്കുവാൻ ആരംഭിക്കുക. Start visualizing it. അതിനെ ദൃശ്യവൽക്കരിക്കാൻ ആരംഭിക്കുക. Hello. So when you read about Jesus cursing the fig tree, നിങ്ങൾ യേശു അത്തിമരത്തെ ശപിക്കുന്നത് വായിക്കുമ്പോൾ, യേശു അത്തിമരത്തെ ശപിച്ചു, അടുത്ത അധ്യായം പോട്ടെ. യേശു കുരുടനെ അടുത്ത അധ്യായം പോട്ടെ. അങ്ങനെയാ പലരും വായിക്കുന്നത്. നോ, stay there. അവിടെ നിൽക്കുക. Imagine. അതൊന്ന് സങ്കൽപ്പിക്കുക. Visualize it. അതിനെ ഒന്ന് ദൃശ്യത്തിൽ കൊണ്ടുവരിക. Paint a picture on the mental canvas. നിങ്ങളുടെ മാനസിക ക്യാൻവാസിൽ, മനോ ക്യാൻവാസിൽ നിങ്ങൾ ഒരു നല്ലൊരു ചിത്രം പെയിന്റ് ഉപയോഗിച്ച് നിങ്ങൾ വരക്കുക. So many people complain, ബ്രദറെ ഒത്തിരി വായിക്കുന്നുണ്ട്, ഒന്നും തലയിലില്ല. വചനം വായിക്കുന്നുണ്ടെന്ന്, പക്ഷെ ഒന്നും തല. Why? Because they are not meditating the word of God. കാരണം അവർ വചനം ധ്യാനിക്കുന്നില്ല. അനന്തരം യേശു പടകിൽ കയറി അപ്പുറത്തേക്ക് പോയി. ആമേൻ, ഞാനും പോകുന്നു ഇപ്പുറത്തേക്ക്. That is not meditating. ഇങ്ങനെയല്ല ധ്യാനിക്കുന്നത്. You understand what I'm saying? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവിടെ നിൽക്കുക. Get into that boat. ആ പടകിലേക്ക് നിങ്ങളും കയറുക. And travel with Jesus. യേശുവിന്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യുക. Imagine it. അത് സങ്കൽപ്പിക്കുക. Visualize it. അതിനെ ദൃശ്യത്തിൽ കൊണ്ടുവരിക. Hello, visualize it. അതിനെ നിങ്ങൾ കാണുക. Here comes the great wave. ഇതാ വലിയൊരു കാറ്റും തിരമാലയും വരികയാണ്. You also toss in the wave. നിങ്ങളും ആ തിരമാലയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണ്. That is meditation. അതാണ് ധ്യാനം. And also യേശു അക്കരയ്ക്ക് പോയി. പോകുമ്പോൾ ഒരു വലിയ കാറ്റുണ്ടായി. Say it, murmur it, speak it out. മാത്രമല്ല ആ വചനങ്ങൾ നിങ്ങൾ തന്നെ വായ തുറന്ന് പറയുക. Joshua, if you want to be prosperous and successful in your life, യോശുവേ, നിന്റെ ജീവിതത്തിൽ നീ ഒരു ജയാളിയായി വിജയിക്കുന്നവനായി മാറണമെങ്കിൽ you have to meditate the word. നിങ്ങൾ ദൈവവചനം ധ്യാനിക്കണം. Speak the word. ദൈവവചനം സംസാരിക്കണം. Hello. Then another meaning is to mourn. മറ്റൊരു അർത്ഥം ഇതാണ്, വിലപിക്കുക. Sometimes when we read some of the verses, ചില സമയത്ത് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ it will touch our heart. അത് നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ തൊടും. And we will start mourning. Oh Lord, നമ്മൾ കരയുവാൻ തുടങ്ങും. Jesus, I am sorry. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. I have done that many times. ഞാൻ ഒത്തിരി തവണ അത് ചെയ്തിട്ടുണ്ട്. And when we look at the city, നമ്മൾ the perishing souls, ആളുകളെ നശിക്കുന്നത് കാണുമ്പോൾ, we will പട്ടണത്തെ start നോക്കുമ്പോൾ mourning. നമ്മൾ കരയുവാൻ ആരംഭിക്കും.
If the word of God is not touching you, impacting you, it is not applied. ദൈവത്തിന്റെ വചനം നിങ്ങളെ സ്പർശിക്കുന്നില്ലെങ്കിൽ, നിങ്ങളൊരു മാറ്റം ഉളവാക്കുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം അത് പ്രായോഗികമാക്കിയിട്ടില്ല എന്നാണ്. I want to make a special announcement. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലുമായി നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും വളരെ സ്പെഷ്യൽ ആയ ഒരു ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഈ മെസ്സേജിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. ഈ 2 ആഴ്ചകളിലായി 2-3 ദിവസങ്ങളിലായി എല്ലായിടങ്ങളിലും മേഖലകളായി പല സ്ഥലങ്ങളിൽ ചില ബ്ലെസ്സിങ് സെൻറ്ററുകൾ അടുത്തടുത്തുള്ളത് ഒരുമിച്ച് വരും, അകലെയുള്ളത് അവർ തന്നെയായിട്ടായാലും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. എല്ലാറ്റിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽ ഒത്തിരി അഭിഷിക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവദാസന്മാരെയും ദാസിമാരെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അഭിഷേകത്തോടെ നിറച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ടീമായി അവർ പല സ്ഥലങ്ങളിൽ വന്ന് ഈ ഉപവാസ പ്രാർത്ഥനകൾ ലീഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഉപവസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വന്ന് ഈ മീറ്റിങ്ങുകളിൽ തീർച്ചയായും വന്ന് അനുഗ്രഹം പ്രാപിക്കാം. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദിസ് ഈസ് ഡൺ ബിക്കോസ് ഓഫ് എ വെരി 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 സ്പെഷ്യൽ ഗൈഡൻസ് ഫ്രം ഗോഡ്. എൻ്റെ അകത്ത് ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് വളരെ ശക്തമായി അങ്ങനെ ഒന്ന് സംസാരിച്ചു, ഇതുപോലെ ചെയ്യണം. ആൻഡ് ഐ നോ വൺ തിങ്, ഗ്രേറ്റ് ബ്രേക്ക് ത്രൂസ് ആർ ഓൺ ദ വേ. യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. തീർച്ചയായും വരണം. ആര് ശുശ്രൂഷിക്കുന്നു അതൊന്നുമല്ല കാര്യം. ആർ യു കണക്റ്റഡ് ടു ഗോഡ് എന്നുള്ളതാണ് വിഷയം. ഈ ചെറിയവരിൽ ഒരുത്തനെ സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വന്ന് അനുഗ്രഹിക്കപ്പെടണം. വി വിൽ ബി praying for you. Another meaning given is roar. മറ്റൊരു അർത്ഥം കൂടി നൽകിയിരിക്കുന്നത് ഗർജിക്കുക. ആരാ ഗർജിക്കുന്നത്? പൂച്ചയാണോ പട്ടിയാണോ ഗർജിക്കുന്നത്? ആരാ? സിംഹം. All right. A lion roars. ഒരു സിംഹമാണ് ഗർജിക്കുന്നത്. So sometimes when the word of God strikes your heart, ചിലപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ തൊടുമ്പോൾ you will start roaring like a lion. നിങ്ങൾ ഒരു സിംഹത്തെ പോലെ ഗർജിക്കും. Because the authority of the word of God will come into your life. You will realize it. You will stand up and you will roar. ദൈവത്തിന്റെ വചനത്തിലുള്ള അധികാരം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അത് പ്രാപിക്കുന്നു, നിങ്ങൾ അത് തിരിച്ചറിയുന്നു. ആ ദൈവിക വചനത്തിന്റെ മേൽ നിങ്ങൾ അധികാരത്തോടെ നിൽക്കുന്നു. Hallelujah. Hallelujah. Another meaning given is to study. മറ്റൊരു അർത്ഥം നൽകിയിരിക്കുന്നത് പഠിക്കുക. പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ട്. പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടല്ലോ. ആടിയും പാടിയും നടന്നും എഴുതിയും വരച്ചും ഒക്കെ പഠിച്ചല്ലോ. അതുപോലെ പഠിക്കണം. ചുമ്മാ വായിച്ചു വിടാനല്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അടുത്ത വാക്കി നീ വായിക്കുക, അടുത്ത സങ്കീർത്തനം കൊച്ചമ്മ വായിക്കുക, മോള് വായിക്കുക, സദൃശവാക്യം എടുത്ത്. അതല്ല. Study the word of God. ദൈവവചനം പഠിക്കുക. Spend time with the word. സമയം ചിലവഴിച്ച് ദൈവവചനം പഠിക്കുക. Get different translations, compare the meanings and study the word. ബൈബിളിന്റെ തന്നെ പല തരത്തിലുള്ള വേർഷനുകൾ എടുത്തുകൊണ്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുക. Another word given is mutter. മറ്റൊരു നൽകിയിരിക്കുന്നത് mutter means something like murmur. ചെറിയ മൃദുവായി സംസാരിക്കുക. Another meaning given is utter. മറ്റൊരു ഇതാണ് സംഭാഷണം നടത്തുക. So many meanings are there. So many meanings are. All these things are included in meditating the word of God. ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുന്നതിൽ ഒത്തിരി ഇതുപോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. Lift your right hand. വലത് കരം ഉയർത്തിയേ. Shout Haga. എല്ലാവരും പറഞ്ഞേ Haga. 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 What do you mean? What do you mean? എന്താ അർത്ഥം? Murmur. പിറുപിറുക്കുക. Utter. Speak, talk, study, imagine, visualize, roar, mourn. All these are in meditation.
ഒരു ധ്യാനം എന്ന് പറയുമ്പോൾ അതിൽ പിറുപിറുത്ത് സംസാരിക്കുക, മൃദുവായി സംസാരിക്കുക, ദൈവവചനം സങ്കല്പിക്കുക, വിലപിക്കുക, പോലെ ഗർജിക്കുക, പറയുക, പറഞ്ഞുകൊണ്ട് നടക്കുക. Everything is in meditation. ധ്യാനത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധ്യാനത്തിൽ തീ കത്തും. ധ്യാനത്തിൽ തീ കത്തും. ചിലപ്പോൾ ചാടി എഴുന്നേൽക്കും, ഗർജിക്കും, കരയും, വിലപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. If you do the word of God like this, you will never forget it. നിങ്ങൾ ഇതുപോലെ ദൈവത്തിന്റെ വചനം ചെയ്യുവാൻ തുടങ്ങിയാൽ ഒരിക്കലും മറന്നു പോവുകയില്ല. ബ്രദറെ, ഞാൻ ഒത്തിരി ബൈബിൾ വായിക്കുന്നതുകൊണ്ട് ഞാൻ മറന്നു പോകുന്നു. എന്തുകൊണ്ട്? You are not meditating the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാത്തത് കൊണ്ടാണത്. Hallelujah. Hallelujah. Then you have to speak the word of God. ദൈവവചനം നിങ്ങൾ സംസാരിക്കണം. Some people store the word of God in their brain, in their mind. ചില ആളുകൾ അവരുടെ തലച്ചോറിനകത്തേക്ക് ദൈവവചനം സംഭരിക്കും. I am sure they will forget it. ഉറപ്പ് തരാൻ മറന്നുപോകും. I am sure it will not be any use to them. അത് ഒരു പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നില്ല. The word of God should go into your spirit. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മാവിലാണ് കയറേണ്ടത്. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ദൈവവചനം ശേഖരിച്ചു വെക്കേണ്ടത് എൻ്റെ ആത്മാവിലാണ്. Hallelujah. So in the times of need, that word of God will come alive and the Holy Spirit will make it alive and it will be useful in that time. നിനക്ക് അത് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ആ ദൈവത്തിന്റെ വചനം ജീവനുള്ളതായി പരിശുദ്ധാത്മാവിലേക്ക് ജീവൻ പകർന്നുകൊണ്ട് ആ സന്ദർഭത്തിൽ ഉപയോഗിക്കുവാൻ നിന്നെ സഹായിക്കും. In my teens I started storing the word of God. എൻ്റെ കൗമാരപ്രായത്തിൽ ദൈവവചനം ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. Today, ഇന്ന് in my 40s, എൻ്റെ 40 വയസ്സ് സമയത്ത് those verses are coming alive when I minister, when I write books, when I preach, when I talk, when I counsel people. ഞാൻ ആളുകളെ ഉപദേശിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ബുക്ക് എഴുതുമ്പോൾ ആ ദൈവിക വചനങ്ങൾ ജീവനോടെ പുറത്തേക്ക് വരികയാണ്. It is not in my talamanda, it is in my spirit. അത് എൻ്റെ തലമണ്ടയ്ക്കകത്തല്ല, അതെന്റെ ആത്മാവിനകത്താണ്. It will become the sword of the spirit. അത് ആത്മാവിന്റെ വാളായി മാറി. Hallelujah. Hallelujah. Because it is coming out of your spirit. അത് നിങ്ങളുടെ ആത്മാവിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. It will be applied in the lives of people. അത് ആളുകളുടെ ജീവിതത്തിൽ It പ്രായോഗികമാകും. will bring forth healings. അത് രോഗസൗഖ്യത്തെ കൊണ്ടുവരും. It will bring forth blessings and deliverance. ഒത്തിരി അനുഗ്രഹങ്ങളും വിടുതലുകളും അത് It will കൊണ്ടുവരും. bring forth miracles in your life. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരും. Hallelujah. Hallelujah. Why? Because it is coming out of the spirit. കാരണം അത് ആത്മാവിൽ നിന്നാണ് വരുന്നത്. ഈ സഹോദരന്റെ പേര് ജോളി എന്നാണ്. തന്റെ കുടുംബം, ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടി നിൽക്കുന്നു. തനിക്ക് 2012 കടുത്ത നടുവേദനയെ തുടർന്ന് എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. എന്നാൽ അവിടെ അത് ചെയ്യുന്നതിനിടയിൽ ശരിക്കും നട്ടലിൻ്റെ അവസ്ഥ വളരെ വഷളായിരുന്നു. അറിഞ്ഞിരുന്നില്ല. കാരണം നട്ടലിൻ്റെ 4 കണ്ണികളുടെ ഇടയിൽ ഞരമ്പ് കയറി ജാമാവുകയും അതിൻ്റെ ഇടയിൽ പഴുപ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഫിസിയോതെറാപ്പിയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് താൻ അവിടെ വെച്ച് പാരലൈസ്ഡായി, തളർന്നുപോയി. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് താൻ തളർന്നു പോയി. ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ കുടുംബം വലിയ ദുഃഖത്തിലായി. അങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നട്ടലിൻ്റെ കണ്ണികളുടെ ആ ഗ്യാപ്പിൽ 8 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, എഴുന്നേറ്റ് നടക്കുമെന്നൊന്നും പ്രതീക്ഷിക്കണം, പക്ഷെ ആള് കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിക്കും. എന്നാൽ താൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, എഴുന്നേറ്റിരിക്കണമെങ്കിൽ തന്നെ വളരെ വർഷങ്ങൾ എടുക്കും, എന്തെങ്കിലും ഒന്ന് അനങ്ങണമെങ്കിൽ തന്നെ. സംസാരശേഷി ഇതിനിൽ തനിക്ക് നഷ്ടപ്പെട്ടു. ഇല്ല, ഒട്ടും സംസാരിക്കില്ല. വായ അനങ്ങുമെന്നല്ലാതെ ഒരു സിലബിൾ പോലെ ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വരും, വാക്കുകളാക്കി പറയാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ഫുൾ നാക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെയാണ് ഇവരെല്ലാ പ്രതീക്ഷയും പഴവിടെ. കാരണം ഇദ്ദേഹമാണ് കുടുംബത്തിൻ്റെ നാഥൻ, തനിക്ക് 2 പെൺകുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും തൻ്റെ ചുമലിലാണ്. താൻ തൻ്റെ കിടന്ന കിടപ്പിലായിരുന്നു, തൻ്റെ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും, തൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം തൻ്റെ ആ കട്ടിൽ തന്നെയായിരുന്നു സാധിച്ചിരുന്നത്. അതുപോലെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് തനിക്ക് എന്തെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ പറയാൻ പോലും, അത് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ നാവിൻ്റെയും ആ ചലനശേഷിയും സംസാരിക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ട് വളരെ ദുഃഖത്തിലായിരുന്നു. ആ സമയത്തൊക്കെ ഇവർ ബ്രദർ രാമേനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപും വീട്ടിൽ ചെന്ന ശേഷവും ജോൺസൺ ബ്രദർ ചെല്ലുമ്പോഴൊക്കെ
ഇത് വിളിച്ച് ബ്രദർ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് ബ്രദർ പറഞ്ഞത്. ബ്രദർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തീർച്ചയായിട്ടും ഈ അവസ്ഥയിൽ തുടരുകയില്ല, ബ്രദർ എഴുന്നേറ്റ് നടക്കും, സംസാരിക്കും, എല്ലാം പഴയതുപോലെ ആകും എന്ന് അന്ന് ഫോണിലൂടെ പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള 4 മാസങ്ങൾക്കകം തന്നെ താൻ എഴുന്നേറ്റ് നിൽക്കുവാൻ തുടങ്ങി. വർഷങ്ങൾ വേണ്ടിയെടുത്തു. വേഗത്തിൽ കർത്താവ് ആ സൗഖ്യത്തിന്റെ പ്രോസസ്സ് ചെയ്തു. താൻ ഇപ്പോൾ തുടർന്ന് ഓരോ മാസം കഴിയുന്തോറും വേഗത്തിൽ വർഷങ്ങൾ വേണ്ടിയെടുത്ത് ഓരോ മാസങ്ങൾ കൊണ്ട് താൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. തന്റെ ഭാര്യ പറഞ്ഞത് എങ്ങനെയാണ്, ഇന്നലെയും മിഞ്ഞാന്നും വളരെയധികം ജോലി വീട്ടിൽ തന്നെ താൻ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തായിരിക്കും, പാത്രം കഴുകി കൊടുത്തു, അങ്ങനെ എല്ലായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെയല്ല, വീടിന്റെ മുറ്റം മുഴുവൻ താൻ കോൺക്രീറ്റ് ഇട്ടു. വീടിന്റെ മുറ്റം മുഴുവൻ കോൺക്രീറ്റ് ഇട്ടു. അവിടെ ആ രീതിയിൽ പരിക്കരൊക്കെ ഇട്ട് താൻ ശരിയാക്കി. അത് ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടത്, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയാലും അല്പമായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പോലും 5 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉയർത്താനോ ഒന്നും തൊടാൻ നിൽക്കരുതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ബ്രദറിന്റെ അടുക്കൽ നിൽക്കുന്നത്. ഇന്ന് അദ്ദേഹം യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. യേശുവിന് നന്ദി പറയും. ഈ കുടുംബനാഥൻ എന്തെങ്കിലും പറ്റിയ കുടുംബം മൊത്തം പോയി. ശരിയാണോ? കൈകൾ ഉയർത്തി അങ്ങനെയുള്ളവർക്കായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സാക്ഷ്യം കാണുമ്പോൾ കുടുംബനാഥന്മാർക്ക് ആക്സിഡൻറ്റോ ഗുരുതരമായ രോഗമോ സംഭവിച്ച് ആ ഭവനത്തിൻ്റെ ഭാവി എന്താകും എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് കർത്താവ് ഒരു ഉത്തരം നൽകിയ കുടുംബമാണല്ലോ നിൽക്കുന്നത്. അവരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഭവനങ്ങളിൽ വലിയ വ്യത്യാസങ്ങളും വിടുതലുകളും ഉണ്ടാകട്ടെ. ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഭാര്യയെ അനുഗ്രഹിക്കുന്നു. ഇവർ കർത്താവിൻ്റെ സാക്ഷികളായി യേശുവിനോട് ചേർന്ന് അന്ത്യം വരെയും ജീവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇത് കാണുന്ന വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. സുമ എന്നു പേരുള്ള ഒരു സഹോദരി രോഗം തൈറോയിഡിൻ്റെ പ്രശ്നത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന സുമ, കർത്താവ് നിങ്ങളിപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. മാനസികമായി വല്ലാതെ തകർന്നിരിക്കുന്ന ജെസ്സി എന്നു പേരുള്ളൊരു സഹോദരിയും കർത്താവ് ഇപ്പോൾ മാനസികമായൊരു വലിയ സൗഖ്യം നൽകുകയാണ്. വലിയ നിരാശ, നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, ഒന്നും ഒരു മാനസിക സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. അതുപോലെ കൈമുട്ടുകൾ വളരെ സ്റ്റിഫായി പെയിൻ അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാർട്ടിൻ്റെ വാൽവുകൾ, ബ്ലോക്കുകൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ഹാർട്ടിൻ്റെ പൾസ് റേറ്റ് വല്ലാതെ കുറഞ്ഞു പോയൊരു വ്യക്തിയെ കർത്താവ് നോർമൽ പൾസ് റേറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇൻ ജീസസ് നെയിം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. വീട്ടിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന ചില വ്യക്തികൾ ചില ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ അങ്ങ് തീർന്നു പോകും എന്നാണ് വിചാരിക്കുന്ന യേശു അങ്ങനെയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും പ്രശ്നം എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യവും അത്ഭുതങ്ങളും കർത്താവ് അവർക്ക് വേണ്ടി അങ്ങ് ചെയ്യണമേ. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് അത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടന്നിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളികളെ ചേർത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹം നടത്തുവാൻ സാമ്പത്തിക ശേഷിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ അങ്ങ് തുറന്നു കൊടുത്ത് കാനാവിലെ കല്യാണം പോലെ കർത്താവ് അത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ ജനങ്ങളുടെ മേൽ വന്നു ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള ആശിഷമാരി എന്ന ഈ പുസ്തകം ഇതുവരെ
ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ വിശദാംശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നു. ഒന്ന് ടൊറൻറ്റോയിലും രണ്ടാമത്തത് ന്യൂയോർക്കിലുമാണ്. വന്നെത്താവുന്ന എല്ലാവരും വന്നെത്തിച്ചേരുക. അപ്പോൾ തന്നെ ഞായറാഴ്ച വൈകിട്ട് ഫിലഡൽഫിയയിൽ ആൻ ഈവനിങ് വിത്ത് ജീസസ് എന്ന മീറ്റിംഗ് നടക്കുന്നു. അതിലേക്കും എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. എല്ലാ ദിവസവും എന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഇതേ സമയത്ത് ഈ ചാനലിൽ ഈ പ്രോഗ്രാം കാണാൻ മറക്കരുത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആനിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഇസ് ജെറുസലേം ഫ്രം എമ്മൗസ്? ഓപ്ഷൻസ്: എ 3 നാഴിക, ബി 50 നാഴിക, സി 80 നാഴിക, ഡി 7 നാഴിക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.